ജീവിതത്തിൽ തകർച്ചകൾ, തളർച്ചകൾ, വരൾച്ചകൾ ഇവയൊക്കെ വരാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരികയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈ സീസൺസാണ്, ഒരു ഉണങ്ങിയ വൃക്ഷം പോലെയാണ് നമ്മുടെ ജീവിതം എങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വെക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെയുള്ള ആരെങ്കിലും ഈ ഒരു വചനം കേൾക്കുന്നുവെങ്കിൽ അവർക്ക് പ്രത്യാശ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവം അവരോട് പ്രത്യേകിച്ച് പറഞ്ഞു തരികയാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെസ്സേജിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തനം 1-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഒരു വചനമാണ്. സങ്കീർത്തനം 1-ാമത്തെ അധ്യായം 2 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നുള്ളതാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ വേര് ഇറങ്ങുന്നത് ആറ്റിലേക്കാണ്, അല്ലെങ്കിൽ അതിന് വേണ്ട വെള്ളത്തിൻ്റെ അടുത്തേക്കാണ് അതിൻ്റെ വേരിറങ്ങുന്നത്. ആർക്കും കാണാൻ സാധിക്കത്തില്ല. പക്ഷെ ആ ഒരു വൃക്ഷം അതിൻ്റെ നിലനിൽപ്പിനായിട്ട് ആറ്റരികത്തേക്ക് അതിൻ്റെ വേര് ഇറങ്ങുന്നത് പോലെ തന്നെ ഓരോ വിശ്വാസിയും ഇതുപോലെ തന്നെ ആകണം എന്നുള്ളതാണ്. ഇവിടെ കാണുന്ന ആറ്റരിക അല്ലെങ്കിൽ ആ ഒരു നീർത്തോടുള്ള സ്ഥലത്തിന് ഉപമിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെയാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുകയും അതിൽ രാപ്പകൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തെ പോലെ യഹോവയുടെ വചനത്തിൽ അല്ലെങ്കിൽ ദൈവ വചനത്തിൽ വേര് ഇറങ്ങിയിരിക്കുന്നവരാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കും എന്നുള്ളതാണ്. വൃക്ഷം തക്ക സമയത്താണ് ഫലം പുറപ്പെടുവിക്കുന്നത്. എല്ലാ സമയത്തും എല്ലാ കാലത്തും ഒരു വൃക്ഷവും ഫലം പുറപ്പെടുവിക്കുകയില്ല. ഓരോ വൃക്ഷങ്ങൾക്കും അതിൻ്റേതായ ഒരു ഫലം പുറപ്പെടുവിക്കാൻ അതിൻ്റെ ഓരോ ലൈഫ് ടൈമിൽ പലതരത്തിലുള്ള സീസൺസ് ഉണ്ട്. ചിലപ്പോൾ ഇല വാടിയതായിട്ടുള്ള സീസൺസ് കാണും, ചിലപ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ വെറുതെ നിൽക്കുന്ന സീസൺസ് ഒക്കെ കാണും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലതരത്തിലുള്ള സീസൺസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷം പോലെയാകും നമ്മൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോഴും അടിക്കടി നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും തളർച്ചകളും വരൾച്ചകളും ഒക്കെ അനുഭവപ്പെടുമ്പോഴും ഇവയൊന്നും നമ്മളെ തളർത്താതെ നമ്മുടെ പ്രത്യാശ നശിപ്പിക്കാതിരിക്കാൻ ഈ ഒരു വചനം നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു വചനമാണ്. ഈ ഒരു വചനം നിങ്ങളൊന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണ് ഞാൻ എന്നത് വളരെയധികം സ്വാന്തനം നൽകുന്ന ഒരു വചനമാണ്. വിശ്വാസത്തെ ഒരിക്കലും നശിച്ചു പോകാതിരിക്കാൻ ഇത്തരം വചനങ്ങൾ നമ്മളെ സമ്മതിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നും അവൻ്റെ വാഗ്ദാനങ്ങൾ ഒരു കാലത്തും മാറ്റപ്പെടാത്തില്ലാത്ത വാഗ്ദാനങ്ങളാണ്. രാപ്പകൽ നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ, രാപ്പകൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ സന്തോഷിക്കുകയാണെങ്കിൽ ഒരു വൃക്ഷം തക്ക സമയത്ത് എത്തുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. ഇലവാടി എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, പൂർണ്ണമായിട്ടും കരിഞ്ഞു പോയി എന്ന് കരുതപ്പെടുന്ന പല വൃക്ഷങ്ങളും പിന്നീട് കുറേ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് അതൊക്കെ വല്ലാതെ തളിർത്ത് പൂത്ത് വലിയ വൃക്ഷങ്ങളായിട്ട് മറ്റൊരു സീസൺ ചേഞ്ച് വന്ന് അവരൊക്കെ മാറുന്നതായിട്ട് നമ്മൾ ശരിക്കും നാച്ചുറലി നമ്മുടെ ചുറ്റുമൊക്കെ കാണുന്നതാണ്. ഇരിക്കട്ടെ, നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, രാപ്പകൽ അവൻ്റെ വചനത്തിൽ ദൈവ വചനത്തിൽ ധ്യാനിക്കുക, സന്തോഷിക്കുക. എനിക്കൊരു വീണ്ടെടുപ്പുകാരൻ ഉള്ളതിനാൽ ഞാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ കണ്ണെടുത്ത് സന്തോഷിക്കുക. രാപ്പകൽ അവൻ്റെ വചനത്തിൽ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ആ ഒരു വചനം വേരിറങ്ങിയ വൃക്ഷം പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ നിറയ്ക്കുക. ഒരു പശു അയവിറക്കുന്നത് പോലെ തന്നെ രാപ്പകൽ ആ വചനങ്ങളുമായിട്ട് നിങ്ങൾ നടക്കുക, വചനങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക. തക്ക സമയം എത്തുമ്പോൾ നിങ്ങളുടെ വൃക്ഷത്തിൽ വലിയ ഫലങ്ങൾ, നല്ല ഫലങ്ങൾ അവൻ പുറപ്പെടുവിക്കുന്നത് തന്നെ ചെയ്യുന്നത്. പുറമെയുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ വിശ്വാസത്തിന് കോട്ടം വരാതിരിക്കാൻ ഈ ഒരു വചനം വളരെയധികം ഉപകരിക്കുന്നത് തന്നെയാണ്. കാരണം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അതിൻ്റെ വേര് ആർക്കും കാണത്തില്ലെങ്കിലും അത് വേരിറങ്ങിയിരിക്കുന്നത് പുറമെയുള്ള സാഹചര്യങ്ങളിലല്ല, പുറമെയുള്ള വേനലോ വറുതിയോ ഒന്നുമല്ല.
അതിനറിയാം അതിൻ്റെ ഒരിക്കലും പറ്റാത്ത സ്രോതസ്സായ ആ ഒരു ഉറവ് അതിന് വേണ്ടതൊക്കെ നൽകും എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു വചനം വലിയൊരു മുതൽക്കൂട്ടായ വചനമാണ്. അല്ലാത്ത പക്ഷം ഉള്ള ആൾക്കാരെക്കുറിച്ചും സങ്കീർത്തനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ദുഷ്ടന്മാർ എന്ന് പറയുന്നുവെങ്കിലും എനിക്ക് ഈ ഒരു ദുഷ്ടന്മാർ എന്നതിനെക്കാട്ടിൽ ഉപരി ഇത്തരം ആൾക്കാരെക്കുറിച്ച് പറയാനുള്ളത് ദൈവവചനവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ്. വേര് ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാതെ ആകുമ്പോൾ അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയാകും. അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയാകും. കാറ്റ് എങ്ങോട്ട് വീശുന്നുവോ അവർ ഒരു സ്ഥലത്തും ഉറച്ച് നിൽക്കാനാകാതെ ആ കാറ്റ് പാറ്റുന്നത് പോലെ അതിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ തകർച്ച നേരിടുന്ന ആൾക്കാരാകും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ വേര് ഇറങ്ങി യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കാറ്റ് നിങ്ങളെ പാറ്റാൻ അത് ഒരിക്കലും അനുവദിക്കുകയില്ല. കാറ്റ് വരട്ടെ, ഏത് പ്രതിസന്ധികൾ വരട്ടെ, ഭൂകമ്പം വരട്ടെ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴും അവിടെ വേരിറങ്ങി ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് അത് സഹായകമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുക, ധ്യാനിക്കുക. ബാക്കിയുള്ളത് ദൈവം തരുന്നത് തന്നെയായിരിക്കും. പൂർണ്ണമായിട്ടും ഉറച്ച് ഈ ഒരു വചനത്തിൽ വിശ്വസിക്കുക. ഈ ഒരു വചനം മെഡിറ്റേറ്റ് ചെയ്യുക. ഞാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണ്. ഞാൻ തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണ്. ഞാൻ ഇല വാടാത്തതായ വൃക്ഷമാണ്. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കാരണം ഞാൻ രാപ്പകൽ യഹോവയുടെ നാമത്തിൽ അവൻ്റെ വചനത്തിൽ ധ്യാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ മക്കളെ ഒരു കാലത്തും ദൈവം ഉപേക്ഷിക്കുകയില്ല. So come fall in love with Jesus and fall in love with the word of God.